ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ 45 ഡേയ്സ് ഉള്ള ബേബിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നാണ് കാണിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഡയപ്പർ ബാഗ്, വാട്ട് ഈസ് ഇൻ മൈ ഡയപ്പർ ബാഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ ബാഗ് ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. ലെവൽ ആപ്പിന്റെ ബാഗാണ്. നല്ല അടിപൊളി ബാഗാണ്. കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് വരുന്നൊരു കാര്യമാണ് ഇത് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ബേബീനെ ജസ്റ്റ് ഹൈജീനിക് അല്ലാത്ത സ്ഥലത്തൊക്കെ കിടക്കാൻ നമുക്കൊരു വിഷമല്ലേ. അതുകൊണ്ട് ഇതിന്റെ മുകളിൽ നമുക്ക് കിടക്കിയിട്ട് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിന്റെ റിവ്യൂ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ. എന്നാലും കാണുമ്പോൾ ഓക്കെ, എനിക്ക് ഇഷ്ടം. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു നല്ലൊരു ബാഗാണ്. അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഒരു ഡയപ്പർ, ഇത് ഇത്രയൊന്നുമില്ല, 2 എണ്ണമേ ഉള്ളൂ. പഴയ കവർ ഞാൻ കളഞ്ഞില്ല, ഡയപ്പർ ബാഗിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. 2 ഡയപ്പർ ഓൾറെഡി ഒരെണ്ണം നമ്മൾ ഉടുപ്പിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു 2 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. ബേബിയുമായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പം എല്ലാ കാര്യവും ഒരെണ്ണം എക്സ്ട്രാ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആണ്, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒരെണ്ണം കൂടുതൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഡയപ്പർ മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ 6 hours അല്ലെങ്കിൽ 5 hours കൂടുതൽ വെക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പം വെളിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഒരു ഡേ ഫുൾ എന്തായാലും നമ്മൾ പുറത്തായിരിക്കും. പോയി വരാൻ നല്ല ലേറ്റ് ആവും. ചിലപ്പം ഹോസ്പിറ്റലിലെ കാര്യമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. 2 എണ്ണം ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ബേബീനെ ഉടുപ്പിച്ചിട്ടുമായിരിക്കും പോകുന്നത്. അപ്പൊ ടോട്ടൽ 3 ഡയപ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ഡ്രസ് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ ഉടുപ്പിച്ചിട്ട് പോകും, അത് കൂടാതെ 2 എണ്ണം എക്സ്ട്രാ. പിന്നെ ഒരു ബേബി ടവലാണ് ഞാൻ എടുത്തത്, ജസ്റ്റ് ഫീൽ ചെയ്ത് എനിക്കൊന്ന് തുടയ്ക്കാനോ ഒക്കെ ആവശ്യത്തിന്. പിന്നെ ഇത് ബേബിയുടെ ഒരു ടോയ് ആണ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല. ഒരെണ്ണം വീട്ടിൽ യൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരെണ്ണം ഞാൻ പുറത്ത് പോകുമ്പോൾ എടുക്കാൻ. അതായത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ടോയ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അവർ ചിലപ്പോൾ നോക്കണമെന്നില്ല. ഇത് യൂസ് ചെയ്യാത്തതായതുകൊണ്ട് ചിലപ്പോൾ നമ്മളൊന്ന് കാണിക്കുമ്പോൾ ഇതിന് ശ്രദ്ധിച്ചിരിക്കും. അത് കുട്ടികളുടെ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഒരിതാണ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ നമ്മൾ പുറത്ത് കൊണ്ടുപോകാതെ വേറൊരു സാധനം മാറ്റി വെക്കുക. പുറത്ത് പോകുമ്പോൾ കുട്ടികൾക്ക് കാണിക്കാനായിരിക്കും. അപ്പൊ അവരുടെ ശ്രദ്ധ കുറച്ചും കൂടെ അതിലേക്ക് ആയിട്ട് അവര് കാമായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. ബേബി ലോഷനും ഡയപ്പർ റാഷസ് ക്രീമും ഒരു പൗഡറും. ഇത് ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ബിഫോർ നാപ്പിനെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ്. യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ബേബിക്ക് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ക്രീമും പൗഡറും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പൗഡർ ജസ്റ്റ് ഇപ്പൊ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ജസ്റ്റ് ബേബിയുടെ അടുത്ത് അല്ലാതെ ജസ്റ്റ് ഒന്ന് മാറ്റി നമ്മുടെ കയ്യിലൊന്ന് ജസ്റ്റ് ഇതാക്കി ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് കുടച്ചു കൊടുക്കാൻ മാത്രമേ. അല്ലാതെ ഡയറക്റ്റ് യൂസ് ചെയ്യാറില്ല ഇപ്പൊ പൗഡേഴ്സ് ഒന്നും. അതുപോലെ തന്നെ കൺവെൻഷൻ ഒന്നും ഇപ്പൊ ആരും എഴുതാറില്ല. ഓക്കെ. പിന്നെ ഞാൻ എടുക്കുന്നത് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് വൈപ്സ്. നമ്മൾ ചേഞ്ച് ചെയ്യാൻ നേരം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബേബിനെ കുളിപ്പിക്കാൻ അല്ലെങ്കിൽ 1 ഉം 2 ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞ് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് വൈപ്പ് ചെയ്തത്. ഇത് വീട്ടിലല്ല, വല്ലയിടത്തും പോകുമ്പോൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത് ബെറ്റർ. വൈപ്സ് ഞാൻ വീട്ടിലങ്ങനെ യൂസ് ചെയ്യാറില്ല. കഴുകി തന്നെയാണ് വാഷ് ചെയ്ത് ബേബിനെ വാഷ് ചെയ്ത് അല്ലെങ്കിൽ
ട്യൂബൊക്കെ മോഷനൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ നിന്ന് വാഷ് ചെയ്താണ് എടുക്കുന്നത്. എപ്പോഴും ഈ വൈപ്സ് വെച്ചിട്ട് തുടച്ചെടുക്കുന്നത് എനിക്ക് പേഴ്സണലി അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ എടുത്തിരിക്കുന്നത് ഹോസ്പിറ്റൽ റെക്കോർഡ്. ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ടാണ് ഈ ഒരു സംഭവം. അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് അനുസരിച്ച് സാധനങ്ങൾ മാറ്റം വരുത്താം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 45 days ആയതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളും ഒന്നുമില്ല, കുറുക്ക് കാര്യങ്ങളോ വെള്ളം ഒന്നും എടുത്തിട്ടില്ല. ഇതൊന്നും ആവശ്യമില്ല. 6 months വരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് നല്ലത്. അതുകൊണ്ട് തന്നെ വേറെ ഐറ്റംസ് ഒന്നും എടുക്കില്ല. അപ്പം ഇനി എന്തെങ്കിലും വേണോ വേണ്ടയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാണുന്ന ആൾക്കാരിലും മദേഴ്സ് ഉള്ളവരുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എന്തൊക്കെയാണ് ഇനി വെളിയിൽ പോകുമ്പോ എന്തൊക്കെ കരുതണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം. ഓക്കെ, പിന്നെന്താ, അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫീഡ്ബാക്ക് എഴുതി അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയി കേൾക്കണേ വെക്കാൻ വരാം. ബൈ, താങ്ക് യു.